കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ 2016 ആരംഭിച്ചാണ് ഈ കലോത്സവം എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ കലാവാസനകൾ വളർത്താനും അതുപോലെ തന്നെ ഒരു കൂട്ടായ്മ, ജീവനക്കാരുടെ കൂട്ടായ്മ, അതാണ് നമ്മളൊരു മത്സരത്തിനേക്കാൾ ഉപരി ഒരു ജീവനക്കാരുടെ കൂട്ടായ്മ, ഒരു ഒത്തൊരുമയും ആണ് നമ്മളിവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 2016 മുതൽ ഇങ്ങോട്ട് കലോത്സവങ്ങൾ സംഘടിപ്പിക്കുകയും. പക്ഷേ നമുക്ക് കഴിഞ്ഞ ഒരു വർഷം ഒരു ബ്രേക്ക് വന്നു. കാരണം പറഞ്ഞാൽ നമുക്കത് നടത്താൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ വയനാട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് സംഭവിച്ച ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് നമ്മൾ ചിലവാക്കുന്ന തുകകളൊക്കെ തന്നെ നമ്മൾ അങ്ങോട്ട് മാറ്റിവെക്കുകയും കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ കലാകായിക മത്സരങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കുകയും ചെയ്തു. പക്ഷേ ഈ വർഷം വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ അതെല്ലാം ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഇത് ജില്ലാ കലോത്സവം നടക്കുന്നത്. ജില്ലാ കലോത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ സംസ്ഥാന കലോത്സവം വരുന്നുണ്ട്. അത് തൊടുപുഴ വെച്ചാണ് നടക്കുന്നത്. അപ്പം എല്ലാ രീതിയിലും ജീവനക്കാരോട് ചേർന്ന് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള ആ ഒരു ലേബലിൽ തന്നെ KGO വർഷാവർഷം നടത്തി വരുന്ന ഈ കലോത്സവം ആ രീതിയിൽ തന്നെ ഈ വർഷവും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ജാതിമത ചിന്തകൾക്ക് അധിപതിയായി അറിവിനെ അംഗീകരിച്ചിരുന്നൊരു കാലം പൊട്ടൻ ചെയ്യൽ മൂകാംബികയിലേക്കുള്ള പുറപ്പാടായതിനെ അങ്ങനെ മാറിപ്പോവാ. പൂർണ്ണമിതം നിനക്കിത്ര അഹങ്കാരം, സർവജ്ഞ പീഠം കയറാൻ മൂകാംബികയിലേക്കുള്ള പുറപ്പാടിലാണ് നാം. വഴിമാറ് പങ്കത്താണെങ്കിൽ കൊണ്ടും കൊയ്യും, പങ്കത്താണെങ്കിൽ കല്ലുകൊള്ളും. അതൊന്നും നമുക്കറിയുന്നില്ല. നീ നീചകുലത്തിൽ പറഞ്ഞ നികഷ്ടജ്ഞ ഉന്നത കുലജാതനായ സമന്വയ വഴിമാറ്. കുത്തിയാലും ചോര നിന്റെ വ്യത്യാസം കുപ്പയിലെ വായപ്പയല്ലേ ഇങ്ങനത്തെ പൂജ. ഫീമെയിൽ മത്സരം ആരംഭിക്കുകയാണ്. ടെസ്റ്റ് നമ്പർ 701. പ്രണയം പ്രപഞ്ചത്തിലെ മനോഹാരിതകളിലൊന്ന്. തൂലികയിലൂടെ, അരങ്ങുകളിലൂടെ, വെള്ളിത്തിരയിലൂടെ എത്രയെത്ര പ്രണയങ്ങൾ നാം കണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് പ്രണയം ചേട്ടന്റെ വീട്ടുകാർ അംഗീകരിക്കും. അവർ സ്ത്രീധനം വാങ്ങാതെ കെട്ടാൻ നടക്കണം. എന്തിനമ്മ? അമ്മയല്ലേ
സ്നേഹമാണ് വലുതെന്ന്. ഞാനേ പ്രസംഗിക്കുമ്പോ അങ്ങനെ പലത് പറയും. അത് വല്ലോ കേട്ടോണ്ടെങ്കിൽ എടുത്ത് വിളിക്കൊണ്ട് വന്നാലുണ്ടല്ലോ എന്റെ തനിക്ക് ഉണങ്ങി അറിയും. എന്തൊരമ്മ നീക്കവിടെ
മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രായമായ അമ്മമാരുടെ വേദനയാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. ഒരിക്കൽ വരുമെന്ന പ്രതീക്ഷ കൊടുത്ത് വരാതിരിക്കുകയും അവരെ വളരെ ദുഃഖത്തിലാഴ്ത്തി അവരുടെ അവസാനം കാണേണ്ടി വരുന്ന എല്ലാ മക്കൾക്കും ഒരു സന്ദേശമായി തൻ്റെ പ്രായമായ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരെ സ്നേഹത്തോടെ പല്ലാളത്തോടെ കൊണ്ടുപോകണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി എൻ്റെ ഈ ചെറിയ മോണാക്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ എത്താൻ പോകുന്നത് നായകനായും വില്ലനായും സഹനടനായും നമ്മെ രസിപ്പിച്ച KP ഉമ്മർ. ശോഭി, ഞാനൊരു വികാര ജീവിയാണ്. നീ എൻ്റെ കൂടെ വന്നാൽ നിനക്ക് ഞാൻ പട്ടുപാവാട വാങ്ങിച്ചു തരും. ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചുറ്റിയടിച്ചാട്ടെ, ഒന്ന് അവിടെ ഇവിടെ ചുറ്റിയടിച്ച് ഇവിടെ ഒന്ന് ഇരുന്നാട്ടെ. താങ്ക് യു. അടുത്തതായി ശ്രീ സുകുമാരൻ. അയ്യോ പാവം, വന്നാട്ടെ ഇരുന്നാട്ടെ, കുടിക്കാൻ ചായയോ കാപ്പിയോ. അടുത്തതായി വില്ലൻ വേഷങ്ങളിലൂടെ നമ്മെ രസിപ്പിച്ച ജോസ് പ്രകാശ്. ഹലോ മിസ്റ്റർ പെരേര, നിങ്ങൾ ഞാൻ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ നിങ്ങളെ എൻ്റെ പോലെ കുഞ്ഞുങ്ങൾക്ക് ഇരയാക്കേണ്ടി വരും. അടുത്തതായി ഹാസ്യതാരം കൊച്ചുപ്രേമൻ. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വച്ചിരിക്കുന്ന പോലെ ആ കുട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്തതായി മഹാനടൻ തിലകൻ. അച്ഛനെ അവമാനിച്ചു മതിയായെങ്കിൽ നിർത്തിക്കൂടിയടാ മോനെ നിനക്ക്. ഓണം, വിഷു, ക്രിസ്മസ് എല്ലാത്തിനും മനോഹരൻ്റെ അമ്മയുടെ കണ്ടറ എന്നെ. താങ്ക് യു സോ മച്ച്. ഫൈനാൻറ്റിക്കുള്ള ചോദ്യമാണ്, ശ്രദ്ധിക്കുക. നിങ്ങൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ് കേട്ടോ. വളരെ വളരെ നന്നായിരിക്കുന്നു കേട്ടോ. അടുത്തത് അനശ്വര നടൻ സോമൻ. നീയൊന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് നിലവിളിച്ചിരുന്നെങ്കിൽ, ഉണർന്നേനെ മാധവൻകുട്ടി, ഞാൻ ഉണർന്നേനെ. തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ. കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. തിരുവനന്തപുരത്ത് ഇന്ന് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ നടക്കുന്ന KGOA സൗത്ത് ജില്ലാ കലോത്സവത്തിന് വന്നുകൂടിയ പുരുഷാരം കണ്ട് തിരുവനന്തപുരം നഗരം സ്തംഭിച്ചുപോയി. അടുത്തതായി നമസ്കാരം. പ്രളയത്തിലും ഉരുൾപൊട്ടലിലുമായി ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഭൂമിയും മനുഷ്യനും ചരിത്രത്തിലൂടെ സൗരയൂഥത്തിലെ മനോഹരമായ നീലഗ്രഹം ഭൂമി ജീവജാലങ്ങളാൽ സമൃദ്ധമായ ഒരിടം. പിന്നീട് മനുഷ്യൻ പിറവിയെടുത്തു. ആദിമ മനുഷ്യന്റെ കൂട്ടാളികളായിരുന്നു മൃഗങ്ങൾ. വേട്ടയ്ക്കായി അവൻ നായ്ക്കളെ ഇണക്കി വളർത്തി. പാമ്പുകളെ ഇണക്കുവാൻ മകുടി കണ്ടുപിടിച്ചു.
ആൾക്ഷാപം തീർക്കുവാനായി അവർ ആടിപ്പാടി. കതിരാടും മിഴിയാളെ തമ്പൂരാനെത്തിയിടും മുമ്പേ കരിങ്കാരൻ ഗോര പറിച്ചാട്ടെ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പൂരാനെത്തിയിടും മുമ്പേ കരിങ്കാരൻ ഗോര പറിച്ചാട്ടെ. തകതക താത്തിനന്ദക ചെയ്താരോ തകതിനന്ദക ചെയ്താരോ താത്തിനന്ദക തകതിനന്ദക തകതിനന്ദക ചെയ്താരോ. കണ്ടം പൂട്ടിയടിക്കാൻ കരിപ്പാറ കരങ്ങളുണ്ടേ വെള്ളം ചെക്കേലടിക്കും മുമ്പേ തെയ്യം താര ചെമ്പട്ടു വീശും മുമ്പേ തെയ്യം താര ചെമ്പാവും പാടത്ത് ചാത്തനും നീതിയും വെക്കം നടന്നേ തെയ്യം താര. ഏരേരി 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 ഏരോ ഏരേരി ഏരേരി ഏരേരിരോ. ും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ചെന്തങ്ങാ നിറമില്ലേലും ചെന്താമര കണ്ണില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ല മുട്ടിൻ പല്ലില്ലേലും. ചെന്തങ്ങാ നിറമില്ലേലും ചെന്താമര കണ്ണില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ല മുട്ടിൻ പല്ലില്ലേലും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ശ്രീലാലസം ശ്യാമളം മോഹനം കേരാരാമം കേരളം. മാലേയ മാരുതൻ സൗഹൃദത്തിൻ ഗായകൻ ആലോല നർത്തനം ആടുമെന്റെ കേരളം. മാലേയ മാരുതൻ സൗഹൃദത്തിൻ ഗായകൻ ആലോല നർത്തനം ആടുമെന്റെ കേരളം. ആഴിയും മലകളും ആഞ്ഞു പുൽകി നിൽക്കയായി താരണിഞ്ഞ സൗഹൃദം വേദിയായി കേരളം. ആഴിയും മലകളും ആഞ്ഞു പുൽകി നിൽക്കയായി താരണിഞ്ഞ സൗഹൃദം വേദിയായി കേരളം. ശ്രീലാലസം ശ്യാമളം മോഹനം. മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം
ഡാൻസ് ഇല്ലല്ലോ. Mama,
കലാപ്രേമികളെ, കാലത്തിൻ്റെ കുത്തൊഴുക്കിനൊപ്പം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹത്തിലെ യുവതലമുറയുടെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളുടെ ജീവിതം എന്നും തീരാവേദനയാണ്. ജീവിത സമര പോരാട്ടങ്ങളിൽ സ്വന്തം ജീവിതം ത്യജിച്ച് മക്കളെ മാറോട് ചേർത്ത് സ്വപ്നം കാണുന്ന മാതാപിതാക്കൾ, തന്നെ ഉപേക്ഷിച്ച് മക്കൾ അകന്നു പോകുമ്പോഴും ജീവിത സായന്തനത്തിൽ തളരാതെ സ്വന്തം മണ്ണിനെ ചേർത്ത് പിടിച്ച് ധീരമായി പൊരുതുന്ന ഒരു പിതാവിൻ്റെ ജീവിത സായന്തനത്തിൻ്റെ നേർക്കാഴ്ചയാണ് നേരിൻ്റെ സൗഹൃദക്കൂട്ടം സമർപ്പിക്കുന്ന ദൃശ്യവിരുന്ന് സായന്തന പർവം. ചേട്ടനാണെങ്കിൽ ഈ പേപ്പേഴ്സ് എല്ലാം കൂടെ എന്നെ കേൾപ്പിച്ചു. ഞാൻ പുള്ളിക്കാരനായിക്കാത്ത മെയിൽ ചെയ്തു. ഇന്ന് വരുന്ന പറഞ്ഞത് ഞാൻ ഇന്നെങ്കിലും ഒന്ന് വന്നാ മതിയായിരുന്നു. ഒരു കാലത്ത് ഇതൊക്കെ ഞാൻ തന്നെയാണ് നോക്കി നടത്തിയിരുന്നത്. വിഷമിക്കണ്ട സാറ് വരും, വിഷമിക്കണ്ട കേട്ടോ. സാറെത്തിയോ? ഓരോ തവണ വരുമ്പോഴും ഓരോ വേഷത്തിലാണ് എന്നെ പറ്റിക്കാന്. അച്ഛനോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മൂത്രമൊഴിക്കരുതെന്ന്. എത്ര പറഞ്ഞാലും അച്ഛൻ കേൾക്കില്ല. വഴക്ക് പറയാനുണ്ട്. നിനക്ക് തിരുവാതിര കളിച്ച് നടന്നാൽ മതി. അച്ഛന്റെ കാര്യങ്ങളുടെ ആരെങ്കിലും നോക്കാൻ വേണ്ട. ഗോപാലൊക്കെ ഉണ്ടായിരുന്നു. നീ എന്താ അവിടെ ക്ലീൻ ചെയ്യാതെ? എത്ര സമയമായി? മോഷണം ഞാൻ പറഞ്ഞില്ലേ, ആത്മാർത്ഥത വേണം. അച്ഛന്റെ എത്ര പൈസ വസൂലാക്കി. ആത്മാർത്ഥത വേണം. ബംഗാളിയല്ലേ, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെ പറയരുത് സാർ. കഴിഞ്ഞ 20 വർഷമായി ഞാൻ ഗോവിന്ദ് സാറിനോടൊപ്പം ഉണ്ട്. ഗോവിന്ദ് സാർ ഞാൻ പറയാതെ തന്നെ ഒരുപാട് പൈസ എനിക്ക് തന്നിട്ടുണ്ട്. എന്റെ കുടുംബവും ഗോവിന്ദ് സാറിനോടൊപ്പം കടപ്പെട്ടിരിക്കുന്നു. സാർ, ഞാൻ ഈ പ്രവർത്തികൾ ചെയ്യുന്നത് ഗോവിന്ദ് സാറിനെ ശുശ്രൂഷിക്കുന്നു. ഒരു പുണ്യമായിട്ടാണ് സാർ. ഈ പൈസ വാങ്ങിച്ചിട്ടല്ലേ പ്രവർത്തിക്കുക ചെയ്യുന്നത്. അകത്തൊക്കെ മാറി പഠിക്കാം. ക്ലീൻ ചെയ്യും.
മഞ്ഞെന്നോ മഴയെന്നോ വെയിലെന്നോ നോക്കാൻ വരണ്ട പ്രദേശങ്ങളിൽ നദിവിളക്കുന്ന നെൽപ്പാടങ്ങൾക്കിടയിലൂടെ പാടങ്ങൾക്കിടയിലൂടെ മഹാനദികൾക്ക് മുകളിലൂടെ ചരിത്രമുറങ്ങുന്ന ചമ്പൽക്കാടുകളിലൂടെ ഇതിഹാസഭൂമിയിൽ മുപ്പത്തഞ്ചാണ്ട് തീവണ്ടി ഓടിച്ചു നടന്നവരാണ് എന്റെ ലോകം രേഖ പോലെ തീവണ്ടി പാതകളും ചുവപ്പും പച്ചയും മഞ്ഞയുമായ ഭൂമിയിലെ വരും പച്ച പോലെ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിടുന്ന റെയിൽവേ സ്റ്റേഷനുകൾ അവിടെ നിങ്ങളുടെ വാദം ചെയ്യാൻ സ്വപ്നം കാണുകയാണ് മക്കളെ. അറുപതാം വയസ്സിൽ സർവീസിന്റെ പണി നടന്നിറങ്ങുമ്പോ നിങ്ങളോടൊത്തുള്ള ഒരു ശാന്തമായ ജീവിതത്തിൽ ഒടുവിൽ 5 ആണ്ട് മുമ്പ് വീട്ടിന് താങ്ങായ തടലായി നിന്ന നിങ്ങളുടെ അമ്മ അല്ല, എന്റെ മക്കൾ അവരെന്നെ വിട്ടുപോയപ്പോ ഞാൻ മാത്രമായി. ഇല്ല മക്കളെ, ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തുമൊക്കെ പോകുന്നു. ഈ സായുധന കാലത്ത് ഞാൻ ഏറ്റവും വെറുക്കപ്പെടുന്നത് എന്താണെന്നറിയോ? കുട്ടിച്ചെന്താക്കിനട മക്കളെ. എന്റെ ജീവിതം അറിയാലോ. വിദേശ രാജ്യത്തൊരു ബിസിനസ് പറയുമ്പോൾ നമ്മളോട് ചോദിക്കാം, ശ്രീരാമൻ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് അച്ഛാ. പക്ഷേ ശരീരത്തിന് മനസ്സിന് ടെൻഷനാണെങ്കിലും അച്ഛനറിയോ, ഒരുപാട് കുടുംബമായിട്ടാണ് ഞാൻ ദിവസവും ഭാര്യയ്ക്ക് വിദേശത്ത് വലിയ ജോലിയൊക്കെ ഉണ്ട്, മക്കളവിടെ പഠിക്കുന്നു. അവരുടെ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ അവരുടെ അതിനുള്ള സാഹചര്യം ഇല്ല. പിന്നെ എന്റെ പ്രതിസന്ധികളും ദുഃഖങ്ങളൊക്കെ ഞാൻ ആരോട് പറയും. പക്ഷേ ഞാനിവിടെ വരുന്നത് എന്റെ അച്ഛനെ ഒരു നോക്ക് കാണാനാണ്. പറയുമ്പോൾ ഞാനൊരു ധിക്കാരിയോ അഹങ്കാരിയുമായ പ്രവാസിയാണ്. പക്ഷെ എന്റെ മനസ്സിൽ എന്നും അച്ഛനോട് സ്നേഹമാണ്. അച്ഛൻ എന്തിനാ വിഷമിക്കുന്നേ? അച്ഛൻ്റെ ആഗ്രഹപ്രകാരമല്ലേ ഞാൻ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി സ്റ്റേറ്റ്സിലേക്ക് പോയി. ഒരു കാലഘട്ടത്തിനപ്പുറം അവിടുത്തെ
ദുസ്സഹമായ തൊഴിൽ സാഹചര്യം, അവിടുത്തെ ജനങ്ങളിലെ ശത്രുതാ മനോഭാവം, ഒരു അന്യതാബോധത്തിനാണ് വെച്ചാൽ ഞങ്ങളൊക്കെ അവിടെ ജോലിയെടുക്കുന്നത്. അമ്മയുടെ ഓർമ്മകളോട് എനിക്ക് സ്നേഹമാണ് വെച്ചാ, എനിക്ക് അച്ഛനോടൊപ്പം വരണമെന്നുണ്ട്. പക്ഷെ അവിടെ ജീവിച്ച് ശീലിച്ച എന്റെ ഭാര്യയും മക്കളും അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറല്ല. തിരക്കുകളുള്ള ജീവിതത്തിൽ മനുഷ്യൻ ചിലപ്പോൾ നിസ്സഹായനായി മാറും. എന്റെ ഉള്ളിലുള്ള വിഷമങ്ങളും നിറയും. ഞാൻ എങ്ങനെ ജീവിക്കും? പറയുന്നത് അഹങ്കാരമാണെങ്കിൽ ക്ഷമിക്കണം സാർ. ഗോവിന്ദ് സാറിനെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് ബംഗാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. ഗോവിന്ദ് സാറ് എനിക്ക് ഒരുപാട് പണം തന്നിട്ടുണ്ട്. ആ പൈസ കൊണ്ട് ധാരാളം കൃഷിഭൂമി ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഭാര്യ ലക്ഷ്മി, എൻ്റെ കുട്ടികൾ, എൻ്റെ അച്ഛനും അമ്മയും എല്ലാവർക്കും സാബിനെ വളരെ ഇഷ്ടമാണ്. സാബ് ഞാൻ പറയുന്നത് അനുസരിക്കണം. എന്നോടൊപ്പം വരണം സാർ. എന്നോടൊപ്പം എൻ്റെ നാട്ടിലേക്ക് വരണം സാർ. ഇവിടെ തന്നെയാ എന്റെ പക്ക ആദ്യമാക്കുന്ന മണ്ണല്ലടായത്. എന്റെ കാരണവന്മാരാക്കുന്ന മണ്ണല്ലടായത്. ഇവിടെ വിട്ട് ഞാൻ ഇങ്ങോട്ടില്ല. പിരിയുവാനാകില്ല, പിരിയുവാനാകില്ല ചെഞ്ചുവപ്പോലുമീ മണ്ണിൻ്റെ മാറിൽ നിന്ന് അടരുവാനാകില്ല, അടരുവാനാകില്ല. പച്ചപുതച്ച പ്രതീക്ഷതൻ തീരത്ത് ഒറ്റയ്ക്കിരുന്നു ഞാൻ പാടുന്നു വീണ്ടും. പച്ചപുതച്ച പ്രതീക്ഷതൻ തീരത്ത് ഒറ്റയ്ക്കിരുന്നു ഞാൻ പാടുന്നു വീണ്ടും. സായന്തനത്തിൻ്റെ മൗനഗീതം, സായന്തനത്തിൻ്റെ മൗനഗീതം. അടരുവാനാകില്ല, പിരിയുവാനാകില്ല എൻ ജീവതാളം നിലയ്ക്കും വരേക്കും. അടരുവാനാകില്ല, പിരിയുവാനാകില്ല എൻ ജീവതാളം നിലയ്ക്കും വരേക്കും. എൻ ജീവശ്വാസം നിലയ്ക്കും വരേക്കും. എൻ ജീവശ്വാസം നിലയ്ക്കും വരേക്കും. ഇതിനൊക്കെ പുറത്ത് നടക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ
ചേച്ചി പാവോ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, വരുമ്പോൾ അറിയാം. നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ കുറ്റം മറിച്ചിട്ടാണ് അവരുടെ കളി. അവരുടെ കാര്യം പറയാറുണ്ടോ? അവരുടെ കാര്യം ഒന്നും പറയാറില്ല അല്ലേ? അത് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വേണ്ടേ? നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമാണോ പണി, ഞങ്ങളുടെ നാട്ടിലൊക്കെ തൊഴിലുറപ്പാണോ പണി. ഞാനില്ലാത്ത തക്കം നോക്കി എന്റെ നുണയം പറഞ്ഞിരിക്കുകയാണല്ലേ. ഇത് കണ്ട അപ്പുറത്തെ ശംഭുവിന്റെ പറമ്പിൽ നിന്ന പപ്പായ ഞാൻ ഉച്ചയ്ക്ക് ചോറിനാൻ പോയപ്പോഴേ എനിക്ക് കിട്ടി. ഞാൻ അവിടെ ആരും നോക്കാൻ ഞാനും പറ്റുന്നു. നിങ്ങൾ ഇങ്ങനെ പപ്പായയും പറഞ്ഞ് നടന്നാൽ മതിയല്ലോ. ഈ തൊഴിലുറപ്പ് സൈറ്റിന്റെ പണി മൊത്തം ചെയ്യുന്നത് ഞങ്ങളാ. നിങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനൊന്നും പോയി വെറുതെ പോയിട്ട് വരികയും ചെയ്യുള്ള പണി ഇത്രയും നിങ്ങൾ ചെയ്യാൻ. ഇപ്പൊ നിനക്ക് വേണോ വേണ്ടയോ? അത് വേണം. ചേച്ചി ഇങ്ങനെ പറയും, പക്ഷെ വൈകിട്ടാകുമ്പോ ചേച്ചി പപ്പായ കൊണ്ട് വീട്ടിലോട്ട് പോകും. ഇപ്പൊ തരാമെന്നൊക്കെ പറയും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ എന്നാ നടന്നതെന്ന് നിനക്കറിയാമോ? ഈ അപ്പുറത്തെ വീട്ടിലെ ഒരുത്തനുണ്ടല്ലോ, ഞാൻ വന്നപ്പോഴത്തേക്കിന് ഞാൻ വന്ന വഴി അവൻ നിന്നിട്ട് എന്നോട് ചോദിക്കുക തൊഴിലുറപ്പിനാണോ പോണേന്ന്. പിന്നെ ഞാൻ തൊഴിലുറപ്പിനല്ലാതെ വേറെ വല്ലവർക്കുമാണോ പോണത്? അവൻ ഇത് ഇങ്ങനെ ചോദിക്കാമോ എൻ്റെ അടുത്ത്? അവൻ്റെ വീട്ടിലാണെങ്കിൽ 10 പൈസ എടുക്കാൻ നിവൃത്തിയില്ല. ആ പെണ്ണുമ്പിള്ളേനെ അവൻ വീട്ടിൽ വല്ല വീട്ടു ജോലിക്ക് പറഞ്ഞു വിട്ടിട്ടാണോ പൈസ ഉണ്ടാക്കുന്നത്? അവനെന്നും എൻ്റെ ജോലി എന്നറിയാമോ? എന്നും ഫേസ്ബുക്ക് നോക്കിയിരിക്കും. ലോകത്തിലെ കാര്യങ്ങൾ മുഴുവൻ അറിയാൻ, ദേശീയ തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ. കേരളത്തിൽ നടക്കുന്നത് മാത്രം അവനൊന്നും അറിയണ്ട. കേരളത്തിൽ എന്തെല്ലോ വികസന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും അവന് പറയാൻ നേരമില്ല. അവൻ എന്നോട് ഞാനിവിടെ തൊഴിലുറപ്പ് പണിക്ക് കാലും വയ്യാത്ത ഞാൻ നിങ്ങളെല്ലാവരും കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം മമ്മട്ടി എടുത്ത് കിടച്ചതാണ്. എൻ്റെ ഈ കാല് മൊത്തം പോയി. പപ്പായ ഉരയ്ക്കാൻ വേണ്ടി കയറിയപ്പോൾ ഒന്നും പോയതല്ല മക്കളെ. ഇത് മമ്മട്ടി കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. ഞാൻ ഇതിനൊരു കോമ്പൻസേഷൻ ചോദിച്ചു. എന്തുവാ? സർക്കാരിനൊരു ഫണ്ടുണ്ടല്ലോ. എന്തുവാ നിങ്ങൾക്ക് വല്ല അറിയാമോ? അയ്യോ, ഇത്രയും നാൾ നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് എല്ലാം ചെയ്തു. നമുക്കൊരു അപകടം വന്നാൽ കിട്ടണ പൈസ എന്നാന്ന് നിനക്കൊന്നും അറിയത്തില്ലല്ലേ? എടി നമുക്ക് ജോലി ചെയ്യാം. ഇല്ല, നമ്മുടെ ഒരു പരിപാടി ഉണ്ടല്ലോ. നമുക്കിനി കളിക്കാൻ പോകുന്നൊരു പരിപാടി ഇല്ലേ? നമുക്കതൊന്ന് കൊഴിപ്പിക്കണ്ടേ? നമുക്കിനി പിന്നെ നമ്മുടെ വനിതകളുടെ കൂട്ടായ്മ വരികയില്ലേ? നമുക്കപ്പോൾ അവിടെ കളിക്കാൻ വേണ്ടി നിങ്ങൾ ചോറൊക്കെ കഴിച്ചതല്ലേ? നമുക്കപ്പോൾ ആ റീൽസൊക്കെ നോക്കണ്ടേ? പിന്നെ നിങ്ങൾ പഠിക്കരുത്. നമുക്ക് നല്ലല്ലേ ഇപ്പോൾ കളിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ പൊന്നു കൊച്ചുങ്ങളെ, നിങ്ങൾക്കറിയാമോ ഞാൻ ഈ ഇവിടെ വരെ വന്ന് എങ്ങനെയാണ് എത്തിയെന്ന്? ഞാൻ ഇവർ പറയണോ നുണച്ചിപ്പാറു എങ്ങനെയാ? പാർവതി ദേവിയായിരുന്നു ഞാൻ എങ്ങനെയാ പാറുവായത്? എനിക്ക് നല്ല വിദ്യാഭ്യാസവും വിവരമുള്ള കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ആരെ പോലെയൊന്നുമല്ല. എനിക്ക് അവസാനം എൻ്റെ കഷ്ടപ്പാടും ദുരിതവും പറഞ്ഞാൽ ഇതിവിടെ ഒന്നും തീരൂല. ഞാൻ അതുകൊണ്ട് പറയുന്നില്ല. നമുക്കിനിയിപ്പോൾ ആ റീൽസ് കളിച്ച് പഠിക്കാം, അതായിരിക്കും നല്ലത്. പാട്ട് വല്ലതും ഉണ്ടോ നിങ്ങളുടെ? ഒരിക്കൽ കൂടി ഇട്ടാലല്ലേ അതിൻ്റെ ഭാവം വരും. ഇങ്ങനെ ഡാൻസും കളിച്ചിരുന്നാൽ ഒക്കുമോ? വല്ലോ ജോലിയെല്ലാം എടുത്താലേ ഇപ്പോൾ പൈസ വല്ലതും കിട്ടത്തുള്ളൂ. ഇതുവല്ലം നിങ്ങൾക്കറിയാമോ? ചിലപ്പോൾ നമ്മുടെ ബ്ലോക്കിൽ നിന്ന് സാർ ഇങ്ങോട്ട് വരും. നിങ്ങൾ നിങ്ങളുടെ കഥ വല്ലതും പറഞ്ഞായിരുന്നു ഇവിടെ?
എവിടെയാ പോയി കിടക്കണേന്ന് അവരൊക്കെ മേറ്റെന്ന് പറഞ്ഞ് നടക്കും സാറേ. ജോലിയൊക്കെ അങ്ങനെ മാത്രം സാറെ കൊണ്ട് നീങ്ങില്ലേ ഇവിടെ കുറച്ച് എവിടെയാണ് എന്റെ മസൂളും കൂടെ എടുക്കണേ. ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ അറിയാതെ ഒന്ന് ചോറ് കഴിക്കാൻ പോകും സാറേ. സാറേ പഠിക്കുന്നുണ്ട് സാറേ. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ജില്ലാ കലോത്സവം റേഡിയോയുടെ ജില്ലാ കലോത്സവത്തിന്റെ സമാപന സമ്മേളനവും സമ്മാന വിതരണവുമാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിന്റെ അധ്യക്ഷനായി കേരള ഗസ്റ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലയുടെ വൈസ് പ്രസിഡന്റ് സഹാബർസൻ ഷംലാൻ. ഈ സമാപന യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി KGOA തിരുവനന്തപുരം സൗത്ത് ജില്ലാ ട്രഷറർ സഖാവ് അജയ് കുമാറിനെ ക്ഷണിച്ചു. കമ്മിറ്റികളുടെയും മത്സരാർത്ഥികൾ നല്ല പ്രകടനമാണ് എല്ലാ മത്സരത്തിലും കാഴ്ചവെച്ചത്. തുടർന്നും നമുക്ക് നമ്മുടെ സംസ്ഥാന നിങ്ങൾ ചിലരെങ്കിലും ജനിക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ക്ലാസ്സുകളുടെ വർത്തമാനം പറഞ്ഞിട്ടുള്ളതാണ്. 1975-77 ആഭ്യന്തര അസോസിയേഷൻ 77-ാം ആണ്ടിൽ പ്രീതി വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ ഈ കോളേജിൽ ചെയ്യുന്നത്. ഈ തിരുവനന്തപുരത്തെ ഗവൺമെൻറ് ആർട്സ് കോളേജിലെ ശതാബ്ദി വർഷം. ഈ കോളേജിലെ ആദ്യത്തെ MA എക്കണോമിക്സ് ബാച്ചുകാരനായിരുന്നു. 2500 കുട്ടികളുണ്ടായിരുന്ന ഒരു കോളേജ് പെൺകുട്ടികൾ വളരെ കുറവും ആൺകുട്ടികളുടെ ആധിപത്യവും എന്ന് പറയാം. പക്ഷെ പെൺകുട്ടികളെല്ലാം രാജകുമാരിമാരെ പോലെ എന്താവശ്യപ്പെട്ടാലും അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കല്യാണ സൗകര്യങ്ങളിൽ പോയ ഭീമനെ പോലെ ഒരുപാട് ഭീമന്മാർ ശരീരം കൊണ്ട് ചെറുതായാലും വലുതായാലും മനസ്സുകൊണ്ട് അങ്ങനെ സഹോദര തുല്യമായ സ്നേഹപ്രതീക്ഷകൾ ഒരുപാട് വരുന്നു. അന്നത്തെ ലേഡീസ് വെക്കുമ്പോൾ ഇപ്പോഴും അപ്പുറത്ത് തന്നെയാണ്. ഞാൻ ഈ കോളേജിനെ കുറിച്ച് ഒക്കെ സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ജോബി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സിൽ കൊണ്ട് ആഗ്രഹിച്ചു പോയിരുന്നു. ഈ കോളേജിലെ കോളേജിന് ചെയർമാനായിരിക്കുമ്പോൾ ഇതുപോലെ സർവകലാശാല യുവജനോത്സവങ്ങളിൽ ഞങ്ങൾ ഇവിടെ തന്നെ പോയിട്ട് ഈ മായാവിശ്വനാഥനെ പോലുള്ള പെൺകുട്ടികൾ പ്രായമായിട്ടൊക്കെ വളരെ ജൂനിയറായിരിക്കും എങ്കിൽ അവരുടെ ചേച്ചിമാർ എന്ന് പറയാം. ഞാനിവിടെ കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീലേഖ MPGP ശ്രീലേഖ വിമൻസ് കോളേജിലെ വിദ്യാർത്ഥിനി. അപ്പോൾ ആ ഗവൺമെൻറ് വിമൻസ് കോളേജ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജ്, പിന്നെ ഈ ഓൾസൈൻസ് കോളേജ്, കൊല്ലം SM കോളേജ്, അങ്ങനെ പല കലാലയങ്ങൾ ഞങ്ങൾ കലോത്സവത്തിന് സമ്മാന വിതരണത്തിന് ശ്രീ വിജയകുമാർ എത്താൻ ചെയ്താത്തതുകൊണ്ട് എന്നെ ക്ഷണിച്ചു. വന്നിട്ട് ഗവൺമെൻറ് ആർട്സ് കോളേജ് അയാൾ പണ്ടത്തെ വിദ്യാർത്ഥിയായതുകൊണ്ട് ഇനി വന്നു, നിങ്ങളെ വിളിച്ചത് അബദ്ധമായി പോയി എന്ന് തോന്നുന്നുവെങ്കിൽ അത് ഞാൻ സന്തോഷിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു പോറോ ഒരു നീറ്റലോ ഉണ്ടാക്കുക എന്നതാണ് തന്നെ, അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. കേരളത്തിൽ ഇന്ത്യയിൽ പല കാര്യങ്ങൾ കൊണ്ടും വ്യത്യസ്തമാണ് കേരളം, വ്യത്യസ്തമായിരിക്കുകയും ചെയ്യണം. ഉറ്റാക്കൂരിട്ടത്ത് വഴി കാണാൻ അറിയുന്ന ഏകാന്ത പഥികന് വഴികാട്ടി കൊടുക്കുന്നതായ ഒരു നക്ഷത്രം വളരെ ചെറുതായി നമുക്ക് കണ്ടിരുന്നാലും ആ നക്ഷത്രം നമ്മളിലേക്ക് സമ്മാനിക്കുന്നതായ പ്രതീക്ഷയിൽ നമുക്ക് വഴികാട്ടി തരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത് ക്രിസ്മസിൻ്റെ മാസമാണ്. ഡിസംബർ 24 നമ്മൾ പറയാറുള്ളത് ബത്ലഹേമിലേക്ക് പണ്ഡിതന്മാർക്ക് വഴികാട്ടിയ ഒരു നക്ഷത്രം അവരേക്ക് അത്തരത്തിൽ കൂട്ടിക്കൊണ്ടുപോയതുപോലെ ശരിയാണ്.
ഇതേ കേരളത്തിലാണ് ആൾക്കൂട്ട കൊലപാതകം ഏറ്റവും കൂടുതൽ നടന്നത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത്. നീ ബംഗ്ലാദേശിയാണ് എന്ന് ആക്രോശിച്ചുകൊണ്ട് ചില ആളുകൾ, അവരുടെ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും ഞാൻ പറയാനില്ല. ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഒന്നിനും ന്യായീകരണമല്ല. എന്ത് സംഭവിച്ചാലും നീ ബംഗ്ലാദേശിയാണ് എന്ന് ആക്രോശിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ തന്റെ സഹോദരിയെ അന്വേഷിച്ച് കേരളത്തിലേക്ക് വന്ന ഒരു മനുഷ്യനെ പട്ടാപ്പകലായുധത്തിൽ ക്രൂരമായില്ല എന്ന് ചോദിച്ചപ്പോൾ എന്റെ കൈരണ്ട് കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത്, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് അല്ലേ സമയത്ത്. അത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നു. എനിക്ക് സംഭവിച്ചു പോയ ദുരന്തം ഞാൻ പറഞ്ഞതാണോ തെറ്റ് എന്ന്, ഞാൻ പരാതി കൊടുത്തതാണോ തെറ്റ് എന്ന്, ഞാൻ അവസാനം വരെ പോരാടിയതാണോ തെറ്റ് എന്നൊക്കെ ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടെത്തിക്കുക എന്ന് വെച്ചാൽ നമ്മളെല്ലാം നൊന്തുപെറ്റ അമ്മമാരുടെ ഗർഭപാത്രത്തെ നമ്മൾ ഉൾപ്പെടെ മലീമസമാക്കുന്നു എന്നതാണ്. എന്ന ഒരു സ്ത്രീ 14 വർഷക്കാലം നീണ്ടു നിന്ന നിയമയുദ്ധം, ആ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ അവർ പരാജയപ്പെട്ടു പോയി എന്ന് പലരും ധരിച്ചു പോയെങ്കിലും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സ്റ്റാലിൻ മൊളോട്ടോവിനോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഫാസിസം വാതിൽ പടിക്കൽ മുട്ടുവിളിക്കുന്നു. ഹിറ്റ്ലറുടെ പട്ടാളം അങ്ങനെ സ്റ്റാലിൻ ഗ്രാഡിലേക്ക് മോസ്കോയ്ക്ക് വളരെ അടുത്ത് എത്തുമ്പോഴും സ്റ്റാലിൻ പറഞ്ഞൊരു വാചകമുണ്ട്, റഷ്യൻ ഭാഷയിൽ സെഖാവെ എന്ന് വിളിക്കുന്ന തവാരിഷ് എന്നാണ്. തവാരിഷ് ഞാനത് പറഞ്ഞത് അങ്ങനെ തന്നെ ഉച്ചാരണം. ഞാൻ റഷ്യൻ ഇപ്പോൾ അവിടെ പഠിച്ചെടുത്തതായതുകൊണ്ട് എ ബാറ്റിൽ ലോസ്റ്റ് ഇസ് നോട്ട് എ വാർ ലോസ്റ്റ്. സ്റ്റാലിൻഗ്രാഡിന് വേണ്ടി നടത്തിയ ഒരു ചെറുത്തുനിൽപ്പുണ്ട്, ലോക ചരിത്രത്തിലെ ഏറ്റവും മഹത്തരമായ ചെറുത്തുനിൽപ്പുകളിൽ ഒന്നാണ്. ഇന്ന് ഈ ഭൂമി ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത് പുരുഷന്മാർ മാത്രം നടത്തിയ പോരാട്ടമല്ല. യുദ്ധഭൂമിയിലേക്ക് പോയ പുരുഷന്മാർ തിരിച്ചു വരാതെ അവരുടെ ശരീരം പോലും കാണാൻ കഴിയാതെ മഞ്ഞിൽ പുതഞ്ഞു പോയൊരു കാലത്ത് അമ്മമാർ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ നിന്ന് ആയുധങ്ങളും എടുത്തുകൊണ്ട് ആ മഞ്ഞിനെ വകഞ്ഞു മാറ്റിക്കൊണ്ടുപോയി അവരത്തരത്തിൽ പിതൃഭൂമിയിൽ, നമ്മൾ മാതൃഭൂമി എന്ന് പറയുന്നത് അങ്ങനെ ബാറ്റിൽ ഫോർ ദ ഫാദർലാൻഡ്, പിതൃഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം അതിൽ അമ്മമാർ വഹിച്ചു കൊടുക്കുന്നു. ഞാൻ ഇത്രയും ഇവിടെ പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, മറ്റ് നിരവധി കാര്യങ്ങൾ പറയുന്നു. ഞാൻ ആ പടവുകൾ കണ്ടതുകൊണ്ടാണ് ഒരുപക്ഷെ എനിക്കിത് പറയാനുള്ള ഒരു പ്രിക്ക്, ഇങ്ങനെ പ്രിക്ക് ഓഫ് ദ കോൺഷ്യൻസ് എന്നൊക്കെ പറയാവുന്നത് പോലെ അത്തരത്തിൽ വന്നത്. ഈ വിശ്വശരീരായ മുൻ പാർലമെന്റ് അംഗവും മുൻ വ്യവസായ സാമൂഹ്യ മന്ത്രിയുമായിരുന്ന ഈ ശ്രീമതി സുശീല ഗോപാലൻ പറഞ്ഞിട്ടുള്ളൊരു വാചകമുണ്ട്, പെണ്ണിൻ്റെ കയ്യിൽ കിട്ടുന്ന പണം അത് വഴിയിൽ തൊഴിയാതെ വീട്ടിലേക്ക് കൃത്യമായി എത്തുകയും അവളുടെ കയ്യിലേക്ക് ഒരു 98 രൂപയാണ് കിട്ടുന്നതെങ്കിൽ 2 രൂപ കൂടി മിച്ചം പിടിച്ചത് 100 രൂപയാക്കി അവളത് സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഒരു ഉറുമ്പിൻ്റെ കയ്യിലേക്ക് ധാന്യമണി കിട്ടുമ്പോൾ അവർ അത് കടിച്ചു വലിച്ചെടുത്ത ആ ഉറുമ്പ് അതിൻ്റെ മാളത്തിലേക്ക് കൊണ്ടുവച്ച് പഞ്ഞമാസക്കാലത്തേക്ക് തനിക്ക് മാത്രമല്ല തൻ്റെ കൂട്ടർക്കും കൂടി ജീവസന്ധാരണത്തിന് നിലനിർത്താനായി അതെങ്ങനെയാണോ പ്രയത്നിക്കുന്നത് അതുപോലെയാണ് ഒരു പെണ്ണിൻ്റെ കയ്യിൽ പണം കിട്ടുന്നത് എന്ന് പാർലമെന്റിൽ അവർ പറഞ്ഞത് മാത്രം ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന കാലം എന്നത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കുക. പടവുകളിൽ അവർ പോലും അറിയാതെ പറഞ്ഞതായ ഒരു സന്ദേശം എന്നത് വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു സന്ദേശമാണ്. അത് പിന്നീട് നിങ്ങൾ കണ്ടത്, ആ കണ്ടതിലെ ചില നിമിഷങ്ങളെ കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും അതിൽ അഭിനയിച്ച ആ ചേച്ചിമാരുണ്ടല്ലോ, അതിലൊരു ചേച്ചി, ആ ചേച്ചി വാസ്തവത്തിൽ ഈ ഒരു അവാർഡ് ലഭ്യമാകുന്നതിനുള്ള എല്ലാ കഴിവുകളും കലാകാരന്മാരുടെയും കഴിവുണ്ടല്ലോ, അങ്ങനെ ഈ ജീവിക്കുക എന്ന് പറയും. ഒട്ടും ഈ ഞാൻ എന്നെ പോയി പറയുകയല്ല, CPIയുടെ നേതാവായിട്ടുള്ള ശ്രീ റാണി രാജ, ഞാനൊരു പള്ളിയിൽ അച്ഛനായി വെറും 8.5 മിനിറ്റുള്ളൊരു മൈക്രോ ഡ്രാമ വേദിയിലും സദസ്സിലുമുള്ള എത്രയും പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ഞാനൊരു പ്രാസംഗികയോ ഒരു എഴുത്തുകാരിയോ രാഷ്ട്രീയക്കാരിയോ ഒന്നുമല്ല. ഞാൻ നിങ്ങളെപ്പോലൊരു സാധാരണ വ്യക്തി മാത്രമാണ്. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല. പക്ഷെ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്ന ഭാഷ, ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഭാഷ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ തുടങ്ങാം.
ഇത് യാദൃശികമായിട്ടാണ് ഇന്ന് രാവിലെ സിസർ സാറ് 8:45 മണിക്കാണ് എന്നെ വിളിക്കുന്നത്. ഞാനല്ല ഇവിടെ വരേണ്ട അതിഥിയും. പക്ഷെ സാറിൻ്റെ അടുത്ത് എനിക്ക് നോ പറയാൻ പറ്റില്ല. കാരണം വേറെ ഒന്നുമല്ല, സാർ എനിക്ക് അത്ര ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട് പല പ്രാവശ്യവും. സാറിന് തിരിച്ചൊരു ഉപകാരം ചെയ്ത് ഇത്രയും വർഷമായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം അതെനിക്ക് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് എനിക്ക് കൊണ്ടു തന്ന ഒരു വലിയ ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ തോന്നുന്നത്, എനിക്ക് മനസ്സിലായത്. ഇപ്പം സാറിൻ്റെ അടുത്ത് ഞാൻ പിന്നെ എന്താ പറയുക, ശരിക്കും എനിക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വീൽ ചെയറിൻ്റെ അസോസിയേഷൻ അവരുടെ വീൽ ചെയറിൻ്റെ ഇന്ന് ക്രിസ്മസിൻ്റെ സെലിബ്രിറ്റി ഗസ്റ്റ് ഞാനാണ്. അത് ഒരു മാസത്തിന് മുമ്പ് അവർക്ക് വാക്ക് കൊടുത്തതാണ്. അവിടെ ശബരിനാഥാണ് ഉദ്ഘാടകൻ, ഞാൻ ഇതേപോലെ ഒരു മുഖ്യ അതിഥിയാണ്. അവിടെ നിന്നാണ് സാറ് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഒരു പൂച്ചയെ പോലെ ഞാൻ ഒരു എലിയെ പോലെ നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. KGOയുടെ തിരുവനന്തപുരം സൗത്ത് ജില്ലയുടെ കലോത്സവത്തിൽ ഒരു മുഖ്യ അതിഥിയാവാൻ ഒരു ചെറിയ കലാകാരി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ വേദികൾ സ്റ്റേജുകളായിരുന്നു. എനിക്ക് സ്റ്റേജ് ഒരിക്കലും ഒരു പരിചയമില്ലാത്ത സ്ഥലമല്ല. ശരിക്കും കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഓരോ പിള്ളേരും ടീച്ചർ കലോത്സവത്തിൽ വിളിക്കുമ്പം കൈ പൊക്കണ കണ്ടു. അന്ന് കലയുടെ ABCD ഇപ്പോഴും അറിയില്ല, അത് വേറെ കാര്യം. എന്നെ പേര് വിളിച്ചപ്പോൾ ചുമ്മാ മോണാക്ടിന് മിമിക്രിക്ക് വേണ്ടി എണീറ്റ് നിന്ന് കൈ കാണിച്ചു. ശരിക്കും ആ സമയത്തൊക്കെ സ്പോർട്സിനായിരുന്നു. എൻ്റെ അച്ഛൻ സ്പോർട്സ്മാനും കൂടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്പോർട്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന ഞാൻ കുറച്ച് ഷൈൻ ചെയ്യണം കുട്ടികളുടെ ഇടയിൽ. അതിനുവേണ്ടി അറിയാത്തൊരു പണിയായിരുന്നു മോണാക്റ്റും മിമിക്രി നാടകവും. അതിനുവേണ്ടി കൈ കാണിച്ചു. എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല. വീട്ടിൽ വന്ന് പറഞ്ഞപ്പം എൻ്റെ പപ്പ അന്ന് ഇവിടെ ചാലയിലുള്ള, ഇന്ന് അദ്ദേഹം ഇല്ല, മരിച്ചുപോയി, അരവിന്ദ് സാറ്, അദ്ദേഹം ഭയങ്കരമായിട്ട് മോണാക്റ്റ്, അദ്ദേഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് ആകെ 2 ദിവസമേ ഉള്ളൂ, ഒന്ന് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തുടങ്ങിയതാണ് എൻ്റെ കലയായിട്ടുള്ള ബന്ധം. അതിൻ്റെ ഏറ്റവും വലിയ വഴികാട്ടി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പോലെ എനിക്ക് എന്നും ശക്തി ഊർജം തരുന്ന എൻ്റെ പപ്പ തന്നെയാണ്. എല്ലാവരും അമ്മ അമ്മ എന്ന് വിളിക്കുമ്പോഴും ഞാൻ എന്ത് ആവശ്യത്തിന് എൻ്റെ പപ്പ പപ്പ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്നെ ഒരു വ്യക്തി എന്ന നിലയിലാക്കിയത് ഒരു സ്ത്രീയല്ല, ഒരു പുരുഷനല്ല, എല്ലാവരും വ്യക്തികളായിട്ട് കാണുമെന്ന് എന്നെ പഠിപ്പിച്ചു തന്ന മനുഷ്യനാണ്, വ്യക്തിയാണ് എൻ്റെ പപ്പ. ശരിക്കും ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, എൻ്റെ അധ്യാപകൻ, എൻ്റെ ഗുരു, എൻ്റെ അടുത്ത സുഹൃത്ത്, ഇതെല്ലാം എൻ്റെ അച്ഛൻ തന്നെയാണ്, എൻ്റെ ഹീറോ എൻ്റെ പപ്പയാണ്. അവിടെ നിന്ന് തുടങ്ങിയതാണ് കലയായിട്ട്. അന്ന് എൻ്റെ പപ്പ എന്നോടൊരു കാര്യം പറഞ്ഞു, ഒരു സ്ഥലത്ത് ചെന്ന് റെക്കമെൻഡേഷൻ ചെയ്യല്ലേ, എൻ്റെ മകളാണെന്ന് ഒരിടത്തും പറയല്ലേ. അവിടുന്ന് എനിക്ക് പോലും അറിയില്ല 127 ആണുങ്ങളുടെ കൂടെ നിന്നാണ് അന്ന് പെണ്ണായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കിട്ടിയ റോൾ നമ്പറൊക്കെ വരച്ച് കഴിയണം. എത്രയോ വർഷമായിട്ട് വാങ്ങുന്ന ആണുങ്ങളുടെ ഇടയിൽ നിന്നാണ് മോണാക്ട് കളിച്ചത്. പക്ഷെ റോൾ നമ്പർ വന്നപ്പോഴും എനിക്ക് എൻ്റെ റോൾ നമ്പർ അറിയില്ല. പക്ഷെ പേര് പറഞ്ഞപ്പം എനിക്കാണ് ഫസ്റ്റ് പ്രൈസ് എന്ന് കേട്ടപ്പോൾ എനിക്ക് പോലും ഒരു അതിശയം തോന്നി. അവിടെ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ കലാരംഗത്തിലുള്ള ചുവടുവെപ്പ്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, പല സ്ഥലത്തുനിന്നും അവഗണന കിട്ടിയിട്ടുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ എപ്പോഴും എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു സ്ത്രീയോ പുരുഷനോ അല്ല, കഴിവുള്ളവരെ അംഗീകരിക്കാനുള്ളവരെ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും അംഗീകരിക്കുക. അതുകൊണ്ട് വ്യക്തികളായിട്ട് കാണാൻ പഠിക്കുക. ഇപ്പം സാറ് നേരത്തെ പറഞ്ഞ മാതിരി സ്ത്രീകൾക്ക് ഇവിടെ ഒരു ഇതില്ല. ശരിയാണ്, ഇന്ന് സീരിയൽ ചെയ്യുന്നത് ഡയറക്ടറിനോ ഒന്നുമല്ല അവകാശം, ചാനലിൽ ഇരിക്കുന്ന മുതലാളിമാർക്കാണ്. അവർ പറയുന്ന മാതിരി കഥ എഴുതാളൂ, അവിടെ റൈറ്റർ പേരിനേ ഉള്ളൂ. ബാക്കിയൊക്കെ അവർ തമിഴിലും തെലുങ്കിലും ബംഗാളിലും വരുന്ന സീരിയലുകളാണ് ഇവിടെ മലയാളമായിട്ട് വരുന്നത്. അവിടെ ഇങ്ങനെ ആഭരണം ഇട്ട് പൂ വെച്ച് അതിനൊക്കെ എതിരെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരാണ് ഇന്ന് പ്രൊഡ്യൂസർ ആര്, ഡയറക്ടർ ആര്, റൈറ്റർ ആര്, നടിനടന്മാരാരെന്ന് നിശ്ചയിക്കുന്നത് അവരാണ്. അവർക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ അവരുടെ കീ കൊടുക്കുന്നതിന് കളിപ്പാവം മാത്രമാണ് സാർ. പിന്നെ ഇവിടെ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് ശത്രുവാണ് സാർ. ഒരു സ്ത്രീ ബോൾഡാണെങ്കിൽ, ഒരു സ്ത്രീ നന്നായി സംസാരിക്കാമെങ്കിൽ ഇവിടെ ആദ്യം ചവിട്ടി തേക്കുന്ന സ്ത്രീ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ ഒരു കമന്റ് ഇട്ട് നോക്ക് സാർ, എത്ര പേര് സ്ത്രീകളാണ് വന്നാണ് സാർ അതിൻ്റെ അകത്ത് താഴെ വന്ന് ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്നത്. പുരുഷന്മാരും ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. ആ കമന്റ്സ്
വായിച്ച് ആരും തളരില്ല. അതാണ് നമ്മുടെ എനർജി. പിന്നെ ഇവിടെ കിട്ടിയ നിയമങ്ങളും സർ, സ്ത്രീകൾക്ക് അർഹതപ്പെട്ട എത്ര സ്ത്രീകൾക്കാണ് സർ ഇവിടെ ആ നിയമം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? അർഹതയില്ലാത്ത പല സ്ത്രീകളാണ് ആ നിയമം വളച്ചൊടിച്ച് ഇവിടെ പല രീതിയിലേക്കും പോകുന്നത്. ഞാൻ ഇന്നലെയും കൂടി ഒരു ബൈറ്റ് കൊടുത്തപ്പോൾ പറഞ്ഞേ ഉള്ളൂ, നീതിദേവയുടെ കണ്ണ് കെട്ടിയത് എത്ര നന്നായി, അല്ലെങ്കിൽ നീതിദേവ എന്നെ എടുത്ത് ഇറങ്ങി ഓടിപ്പോയാലും. കാരണം ആ കാലഘട്ടത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്ത്രീകളെ ചവിട്ടി താഴ്ത്താൻ സ്ത്രീകൾ തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത്. പുരുഷന്മാരെ ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ്. അത് ഞാൻ അനുഭവിച്ചൊരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് ഞാനിത് പറയുന്നത്. കാരണം ഇവിടെ വനിതാ ദിനമൊക്കെ വരും, മാതൃദിനം. വനിതാ ദിനം മാതൃദിനം ഒരു ദിവസമല്ല ആഘോഷിക്കേണ്ടത്, എല്ലാ ദിവസവും ആഘോഷിക്കേണ്ട ഒരു ചടങ്ങാണ്. കാരണം സ്ത്രീയെ തുളസി ദേവിയായിട്ടാണ് കാണുന്നത്. പക്ഷെ എത്ര പേരുണ്ട് ഇന്ന് പലവരും സ്ത്രീയെ കാണുന്നത് എനിക്ക് തോന്നുന്ന സെക്സിന് വേണ്ടി, അല്ലെങ്കിൽ പ്രസവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അടുക്കള ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണ് എല്ലാവരെയും ഞാൻ പറയുന്നത്. ഭൂരിഭാഗം ആൾക്കാരും സ്ത്രീയെ ഇന്നും കണ്ടുവരുന്നത്. കാരണം പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞാൻ കേൾക്കുന്നതാണ്. അതേപോലെ സ്ത്രീകളാൽ അനുഭവിച്ച എത്രയോ പുരുഷന്മാരുണ്ട് നിരപരാധിയായ. അത് ഇവിടുത്തെ പൂജപ്പുര ജയിലിൽ ചെല്ലുമ്പോൾ പലവരുടെ കഥകൾ, അത് എന്നോടൊരു ഇവിടുത്തെ ഒരു ജഡ്ജിയുടെ പേര് പറയാൻ പറ്റുന്നില്ല, സ്വന്തം അച്ഛനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മകളും മരുമകനും കൂടി ചെയ്തത് പോസ്കോ കേസിൽ. ഇപ്പം ഏറ്റവും എളുപ്പമാണല്ലോ പോസ്കോ കേസും സ്ത്രീയെ നോക്കി, അതൊക്കെ ഏറ്റവും എളുപ്പമാണ് ഒരു പുരുഷനെ ജയിലിലാക്കാൻ. ആ അച്ഛനെയും ഞാൻ കണ്ടു. സത്യസന്ധമായ കഥ കേട്ടപ്പോൾ സങ്കടമാണ് വന്നത്. കാരണം ഇങ്ങനെ മക്കളും മരുമക്കളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് കഥയാക്കാം. ഞാൻ ഇവിടെ വന്നപ്പോഴും തൊഴിലുറപ്പാണ് ചെയ്തത്, അത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിനെക്കാട്ടി ഇവിടെ നമ്മുടെ ചുറ്റും നടക്കുന്ന എത്രയോ കഥകളുണ്ട്. അതിൽ ആ നോച്ചിപ്പാറ എന്ന് പറയുന്ന ചേച്ചി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. കുറച്ചും കൂടി അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല, ഇവിടെ സീരിയലിലെ പല ആർട്ടിസ്റ്റിനെയും കാട്ടി അല്ലെങ്കിൽ സിനിമയിലെ പലരെയും കാട്ടി അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ. കാരണം നമ്മൾ മൈക്കൊന്നും നോക്കണ്ട, മൈക്കൊക്കെ അവിടെ ഇരിക്കട്ടെ, പക്ഷെ ബോഡി ലാംഗ്വേജും ആ വരുന്നതും ഒരു നാളോ ഇല്ലാതെ. ഞാൻ നുണച്ചി പാകമാണ്, ബാക്കി ആരെയും ഞാൻ പറയുന്നില്ല, അവർക്കൊക്കെ കുറച്ച് ഷൈ ഉണ്ട്. പക്ഷെ ഒരു ഷൈയും ഇല്ലാതെ വളരെ ജെനുവിനായിട്ട് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പറയാതിരിക്കാൻ പറ്റില്ല. അവരുടെ ഉള്ളിൽ ഒരു കലാകാരിയുണ്ട്. കുറച്ച് ഒരു ട്രെയിനിങ്, ഒരാഴ്ചത്തെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ മികച്ച കലാകാരിയിലേക്ക് അവർ പോകാൻ സാധ്യതയുണ്ട്. ഉറപ്പാണ്. ഞാൻ വേറെ ഒരു കലയും ഇത് കണ്ടില്ല, പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ അവരെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരെവിടെ തൊടുപുഴ പോയാലും ഈ പുള്ളിക്കാരത്തെയാണ് പോണെങ്കിൽ സമ്മാനം വാങ്ങിച്ചുകൊണ്ട് വരും. കുറച്ചുകൂടി നന്നായിട്ട് ഇതിനൊരു ട്രെയിനിങ് കൊടുത്താൽ മതി. ഈ നാടകത്തിന് നമ്മൾ ചമ്മണ്ട ആവശ്യമില്ല, നമ്മളെ കഥാപാത്രമായാൽ മതി. ആ നുണച്ചിപ്പാറുമായിട്ട് തന്നെ അവരല്ലാതെ വേറെ ഞാൻ കണ്ട് കുറച്ചു മുമ്പ് ഇവിടെ ചുരിദാറൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്ന് നിൽക്കുന്നതും സ്റ്റേജിൽ നിന്നപ്പം ആ ക്യാരക്ടറായിട്ട് പോയതും. കാരണം ഒരു 32 വർഷം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഞാൻ ആദ്യം വന്നത് അഭിനയിക്കാനല്ല, ഞാൻ റാമ്പിൽ നിന്നാണ്. മിസ്റ്റർ ബാൻഡ്രോ ആയിരുന്നു. റാമ്പിൽ നിന്ന് വന്നു, അവിടുന്ന് ആഡ് ഫിലിം ചെയ്തു, അവിടുന്ന് സീരിയൽ ചെയ്തു, അവിടെ നിന്നാണ് ഞാൻ സിനിമയിലേക്ക് വരെയായിരുന്നു കുട്ടിക്കാലം മുതലേ. അപ്പം അതുകൊണ്ട് എല്ലാവരും വിചാരം ഞാൻ ഇത്രയോ വയസ്സായി അല്ലെങ്കിൽ അങ്ങനെയാണ്. പക്ഷെ വയസ്സിലൊന്നൊരു കാര്യം, ഏജ് ജസ്റ്റ് നമ്പർ. കാരണം അത് കുറയ്ക്കാനും കൂട്ടാനും മാത്രമാണ്. നമ്മുടെ മനസ്സാണ് നമ്മുടെ എങ്ങനെ പറഞ്ഞത്, നമ്മുടെ മെന്റാലിറ്റിയാണ്. എന്തായാലും ഇവിടെ വരാനും ഇത്രയും പേരെ കാണാനും ഈ ഒരു കലയുടെ രംഗത്ത് യാദൃശ്യമായിട്ട് സിസ്റ്റർ സാറിനോടാണ് താങ്ക് യു സോ മച്ച്. ഒരുപാട് നിഖില വിമലിനോട് താങ്ക്സ് ഉണ്ട്. കാരണം ഇത്രയും ഗസറ്റ് ഓഫീസറായ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരു കുട്ടിത്വമുണ്ട്, നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു കുട്ടിത്വമുണ്ട്, ഒരു പ്രണയമുണ്ട്. നമ്മളൊക്കെ എന്തോ ഭയങ്കര മെച്യൂരിറ്റി ആയിട്ട് നടക്കുകയാണ്. നമുക്കൊക്കെ എല്ലാവരോടും ചിരിച്ച് സംസാരിക്കാനും മടിയാണ്. അതിൻ്റെയൊന്നും ആവശ്യമില്ല. നമ്മൾ ആരും ഒന്നുമല്ല, അത് മനസ്സിലാക്കണം. കാരണം നമ്മളൊക്കെ ഈ ഭൂമിയിലെ പ്രകൃതിയുടെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, നമുക്ക് ഈ ഓക്സിജൻ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതിലിരിക്കുന്ന ഒരു ആത്മാവ് അത് വേറെ കൂട് തേടി പോകും. നമ്മളൊക്കെ കത്തിച്ച് കളഞ്ഞാലും മണ്ണിലിട്ടാകാം, മണ്ണിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് കണ്ടിട്ട് അഹങ്കരിക്കണം, എന്ത് കണ്ടിട്ട് ഈഗോ കാണിക്കണം? നമുക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ
അതാണ് ഏറ്റവും വലിയ. ആരോട് ഈഗയില്ലാതെ, പകയില്ലാതെ, വിദൂഷമില്ലാതെ, ദേഷ്യമില്ലാതെ നമുക്ക് ചിരിച്ച മുഖത്തോടെ 2026 നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയില്ല നമ്മുടെ ഏജ് കുറഞ്ഞു വരും, നമ്മുടെ സൗന്ദര്യം കൂടും. ചിരിക്കുന്നൊരു സൗന്ദര്യം കൂടുന്നേ. അത് ആർക്കും എന്തിനാ മസിൽ പിടിക്കണത്? മസിൽ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നാൽ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ 2026 എല്ലാവർക്കും ഒരു നല്ലൊരു പുതുവത്സര ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കാണ്. അതിനിടയിൽ ഒന്നുകൂടി സാർ പറഞ്ഞില്ലേ, സാർ ഇവിടുത്തെ ഒരു കോളനിയിലെ ഒരു ചേച്ചിക്കാണ് കൊടുക്കാൻ പോകുന്നത്. സാർ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യ കൊണ്ടുള്ള അഭ്യാസം മാത്രമാണ്. ഇന്ന് ഏറ്റവും വിദ്യാഭ്യാസം കൂടുന്നവർക്കാണ് വിവരവും കോമൺ സെൻസും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കാണ് അറിവിന്റെ ലോകത്തിലേക്ക് പോകാൻ മടിയാണ് സാർ. അവർക്കാണ് ഒരാളോട് ഭൂരിഭാഗം പേർക്കും. അത് ഞാൻ കാണുന്നൊരു കാഴ്ചയാണ്. 32 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ 32 വർഷമായിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരാളായിട്ടാണ് കൊറോണ വന്ന് മരിച്ചുപോയി. സ്കൂളിൻ്റെ പടിവാതിൽ പോലും അവർ കണ്ടിട്ടില്ല. പക്ഷെ അവരുടെ അത്ര അറിവും അവരുടെ അത്ര കോമൺ സെൻസും അവരുടെ അത്ര ബുദ്ധിയും ഞാൻ ഇതുവരെ വേറെ ഒരാളിനും കണ്ടിട്ടില്ല. നമ്മൾ ആരെയും താഴെയായിട്ട് കാണില്ല. എല്ലാവരും സാർ അത് കൊടുത്ത ഏറ്റവും നല്ലൊരിതാണ്. ഒരു ചെറിയ പേപ്പർ വരെ നാളെ പട്ടാവും. നമ്മൾ ആരെയും കുറവായിട്ട് കാണല്ലേ. എന്തായാലും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ പുതുവത്സര ആശംസകൾ നേരുന്നു. 2026 എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക അവസരങ്ങളും ഒരുപാട് ഈഗയില്ലാതെ ഒരുപാട് ദേഷ്യമില്ലാതെ നല്ല മനസ്സോടെ നമുക്കൊരു നല്ലൊരു കേരളത്തിനെ എടുക്കാൻ പറ്റുമെന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. എന്ന് മനസ്സിലായി. സമയത്തിൻ്റെ ഗൗരവം നന്നേ ബോധ്യമുണ്ട്. വളരെ രാവിലെ ഇവിടെ എത്തുകയും വളരെ വൈകിയും ഇത് പൂർത്തീകരിച്ച് ഭവനങ്ങളിലേക്ക് പോകുവാൻ വേണ്ടിയിരിക്കുന്നവരാണ് മുന്നിലുള്ളതെന്ന് നന്നേ അറിയാം. ഒത്തിരി സംവദിക്കാൻ കഴിയുന്ന, ഒത്തിരി ചിന്തകൾ നമ്മളിലേക്ക് നൽകുവാൻ കഴിയുന്ന, ഇതിൻ്റെ പ്രസക്തിയേറെ നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്ന ആദരണീയനായ നമ്മുടെ XMP, നമ്മളിൽ ഒരുവരും കൂടിയായ നമ്മുടെ സന്തത സഹചാരിയും കൂടിയായ സഖാവ് സമ്പത്ത് പറഞ്ഞും പറയാതെയും പകുതി പറഞ്ഞു വെച്ചും ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഗൗരവപരമായ വിഷയങ്ങളിലേക്ക് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നമ്മളെ കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട്. അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ വിശിഷ്ടാതിഥിയും ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി നമ്മളെ ബോധ്യപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ പത്രത്തിൽ കണ്ടൊരു വാർത്ത ഓർമ്മിപ്പിക്കാതിരിക്കാൻ കഴിയുകയുമില്ല. ഈ തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി കുട്ടികളിൽ നിന്ന് 60 രൂപ വീതം സ്വരൂപിച്ചു. മറ്റെവിടെയോ നിന്നുള്ള ഒരു തിട്ടൂരത്തിൻ്റെ ഭാഗമായി ആ 60 രൂപ ആ മാനേജ്മെൻറ്റ് തിരികെ കുട്ടികളുടെ കൈകളിൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. പാലക്കാടുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഒരുപക്ഷെ കേരളത്തിൽ നാം അന്യമാക്കിയ, നാം ചവിട്ടിത്തള്ളിയ, കലകൾ സമൂഹത്തെ മാറ്റിയെടുത്ത, നാടകങ്ങൾ സംസാരിച്ച, കഥാപ്രസംഗങ്ങൾ സഞ്ചരിച്ച വഴികൾ നമ്മുടെ സമൂഹത്തെ പ്രബുദ്ധമാക്കി ഇന്നലകളിൽ നിലനിർത്തിയിരുന്നുവെങ്കിൽ നമ്മുടെ മത്സരഫലങ്ങൾ ആദ്യം കഥാരചന മത്സരമാണ്. കഥാരചന ഫസ്റ്റ് പ്രൈസ് സുധീരൻ MS. കഥാരചന ഫസ്റ്റ് പ്രൈസ് സുധീരൻ MS. സെക്കൻഡ് പ്രൈസ് ഡോക്ടർ നീന S. നായർ, ഓട്ടേരിയാണ്. ഫസ്റ്റ് പ്രൈസ് ഓട്ടേരിയ. സെക്കൻഡ് പ്രൈസ് ഡോക്ടർ നീന S. നായർ, ഓട്ടേരിയ. Third prize, Dr. Pradeep Kumar A. Fort Area. അടുത്തത് കവിതാരചന മത്സരമാണ്. കവിതാരചന ഫസ്റ്റ് പ്രൈസ് സുധീരൻ MS. സ്വരാജ്. കവിതാരചന ഫസ്റ്റ് പ്രൈസ് സുധീരൻ MS. സെക്കൻഡ് പ്രൈസ് ഡോക്ടർ നീന S. നായർ. ഡോക്ടർ നീന S. നായർ. തേർഡ് പ്രൈസ് ബൈജു.
ദേവി. അനീഷ് JS സെക്രട്ടറി മേടിക്കണം. സെക്കൻഡ് പ്രൈസ് സുമീർ പബ്ലിക് ഓഫീസ് ഏരിയ സെക്രട്ടറി മേടിക്കണം. തേർഡ് പ്രൈസ് യാമി രചന മത്സരമാണ്. ഫസ്റ്റ് പ്രൈസ് അടുത്ത പെൻസിൽ ഡ്രോയിങ് മത്സരമാണ്. പബ്ലിക് ഓഫീസ് തേർഡ് പ്രൈസ് അനീഷ് JS അനീഷ് JS അടുത്തത് കവിതാലാപനമാണ്. ഫസ്റ്റ് പ്രൈസ് സുർജിത് CMK സുർജിത് CMK. ഫസ്റ്റ് പ്രൈസ് സ്പോക്കനാണ്. സെക്കൻഡ് പ്രൈസ് സോണി തോമസ് പുത്തഞ്ചന്ത ഏരിയ. സെക്കൻഡ് പ്രൈസ് ജയകൃഷ്ണൻ S.